എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. നമ്മൾക്കിന്ന് വായിക്കാനുള്ളത് 8-ാമത്തെ അധ്യായം തന്നെയാണ്. 4-ാമത്തെ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വതേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരദോവാചാം നാദുനാഭ്യവമാനം തേ സമ്മാനം ഭാവിപുത്രകാം ലക്ഷയാമകുമാരസ്യാം സക്തസ്യ ക്രീഡനാദിഷു വികൽപേ വിദ്യമാനേഭി ന ഹ്യസന്തോഷഹേതവാം പുംസോ മോഹമൃതേ ഭിന്നാം യല്ലോകേ നിജകർമ്മഭീം പരിദിഷ്യോ തതസ്താദാ താവന്മാത്രേണ പുരുഷഃ ദൈവോപസാദിതം യാവദ്വീക്ഷേശ്വരഗതിം ബുധഃ അധമാത്രോപദിഷ്ടേന യോഗേനാവരുരുത്സസീം യത്വാ യപ്രസാദം സ വൈ പുംസാം ദുരാരാധ്യോ മദോ മമഃ മുനയ പദവീം യസ്യ നിസ്സംഗേനോരു ജന്മഭീം ന വിമുർമികയന്തോഭീം തീവ്രയോഗസമാധിനാം അതോ നിവർത്തതാമേഷ നിർബന്ധസ്തവ നിഷ്ഫലകാം യദിഷ്യതി ഭവാൻ കാലേ ശ്രേയസ്വം സമുപസ്ഥിതേ യസ്യേദ്ദവ വിഹിതം സ തേന സുഖദുഃഖയോ ആത്മാനാം ദോഷയൻ ദേഹീം തമസ്സ പാരമൃച്ഛതീം ഗുണാധികാൻമുദം ലിപ്സേദനുക്രോശം ഗുണാദമാദ മൈത്രീം സമാനാദന്നുച്ഛേന്നത്താപൈരഭിഭൂയതേ ധ്രുവോവാചാം സോയം ശമോ ഭഗവതോ സുഖദുഃഖഹദാത്മനാം ദർദിഷ്ഠിതകൃപയാം പുംസാം ദുർദർശോസ്മദ്യുതൈസ്തു യഃ അദാവിമേം വിനീതസ്യ ക്ഷാത്രം ഘോരമമുയോ വേയുഷഃ സുരുജ്യാം ദുർവജേ ബാണേന്ന ഭിന്നേ ശ്രയതേ കൃതീം പദം ത്രിഭുവനോത്കൃഷ്ടം ജിഗീഷോം സാധുവർമ്മമേ ബ്രൂഹ്യം സ്മത്പ്രീതിർഭിർബ്രഹ്മൻ നൈന്യര്യഭ്യനധിഷ്ഠിതം നൂനം ഭവാൻ ഭഗവതോ സോഅംഗപരമേഷ്ഠിനാം വിദൂതന്നടദേവീണ ഹിതാർത്ഥം ജഗദോർക്കവത് മൈത്രയോവാചാം ഇത്യുദാഹൃതമാകർണ്യാം ഭഗവന്നാരദസ്തതാം പ്രീതപ്രത്യാഹതം ബലം സദ്വാക്യമനുകമ്പയാം നാരദോവാചാം ജനന്യാഭിഹിതബന്ധാം സവൈ നിശ്രേയസബ്ദേ ഭഗവൻ വാസുദേവസ്തം ഭജതത് പ്രണവാത്മനാം ധർമാർത്ഥകാമമോക്ഷാഖ്യം യ ഇച്ഛേ ശ്രേയാത്മനഃ ഏകമേവ ഹരേസ്തത്ര കാരണം പാദസേവനം തത്താദ ഗച്ഛ ഭദ്രം ദേ യമുനായാസ്തടം ശുചി പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യതാം ഹരേം സ്നാത്വാനുസവനം തസ്മിൻ കാളിന്ദ്യാം സലിലേ ശിവേം കൃത്വജിതാനി നിവസൻ ആത്മനഃ കൽപിതാസനാം പ്രാണായാമേന ത്രിവൃതാം പ്രാണേന്ദ്രിയ മനോബലം ശനൈർവ്യുദസ്യാഭ്യേ ധ്യായേൻ മനസാം ഗുരുണാ ഗുരും പ്രസാദാഭിമുഖം ചത്വ പ്രസന്നവദനേ ക്ഷണം സുനാസം സുഭ്രുവം ജാരു കപോലം സുരസുന്ദരം തരുണം രമണീയാംഗമരുണോഷ്ടേക്ഷണാധരം പ്രണതാശ്രയണം നിർണം ശരണ്യം കരുണാർണവം ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖും ചക്രഗദാവന്മൈരഭിവ്യക്തചതുർഭുജം കിരീടിനം കുണ്ഡലിനം കേയൂരവലയാന്യുതം കൗസ്തുഭാഭരണഗ്രീവം പീതകൗശേയവാസസം കാഞ്ചീകലാവവർയസ്തം ലസത് കാഞ്ചനനൂപുരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം പത്ഭ്യാം നഗമണിശ്രേണ്യാം വിലസദ്ഭ്യാം സമർച്ചിതം ഹൃത്പത്മകർണികാധിഷ്ണ്യാമക്രമ്യാത്മന്യവസ്ഥിതം സ്മയമാനമഭിധ്യായേ സാനുരാഗാവലോകനം നിയതേനൈകൗദേന മനസ്സാം വരദർശവം ഏവം ഭഗവതോ രൂപം സുഭദ്രം ധ്യായതോ മനാ നിർഹൃത്യാം പരയാതൂർണം സമ്പന്നന്ന നിവർത്തതേ ജപ്യശ്ച പരമോ ഗുഹ്യ ശ്രൂയതാം മേ നൃപാത്മജ യം സപ്തരാത്രം പ്രപടൻ പുമാൻ പശ്യതി കേചരാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്ത്രേണാനേന ദേവസ്യാം കുര്യാദ്രവ്യമയീം ബുധഃ സപര്യാം വിവിധൈർദ്രവ്യൈർദേശകാല വിഭാഗവിത്ത്
സലിലൈ സുജിവേന്മാലേ വന്യേന്മൂലഫലാദിഭീം ശസ്താങ്കുരാംശുകൈശ്ചാർച്ചേ തുളസ്യാം പ്രിയയാം പ്രഭോം ലബ്ധ്വാ ദ്രവ്യമയീമർച്ചാം ഷിദ്ധ്യാം വാദിഷു വർച്ചയേത് അമൃതാത്മാ മുനിം ശാന്തോം യഥ വാങ്മിതവന്യഭോഗ് സ്വേച്ഛാവതാരചരിതൈരചിന്യ നിജമായയാം കരിഷ്യത്യുത്തമ ശ്ലോകസ്തത്യായേദ്യദയ അങ്കമം പരിചര്യാം ഭഗവതോം യാവദ്യാം പൂർവസേവിതാഹാം താമന്ത്രഹൃദയേനൈവാം പ്രയുജ്യാത്മന്ത്രമൂർത്തയേ ഏവം കായേന മനസാം വജസാം ച മനോഗതം പരിചര്യമാണോ ഭഗവാൻ ഭക്തിമത്പരിചര്യയാം പുംസാമമായിനാം സമ്യക് ഭജതാം ഭാവവർദ്ധനാം ശ്രേയോദിശത്യഭിമതം യദ്ധർമാദിഷു ദേഹിനാം വിരക്തചേന്ദ്രിയതോ ഭക്തിയോഗേന ഭൂയസാം തന്നിരന്തരഭാവേന ഭജേധാതാ വിമുക്തയേ മിത്യുക്തസ്തം പരിക്രമ്യാം പ്രണമ്യ ച നൃപാർഭകഃ യയോ മധുവനം പുണ്യം ഹരേ ചരണചർച്ചിതം തപോവനം ഗതേ തസ്മിൻ പ്രവിഷ്ടോ അന്തപുരം മുനിം അർഹിതാർഹണഗോം രാജ്ഞാം സുഖാസീന ഉവാചതം. ഓം തത്സത്. ഇനി നമുക്ക് നമ്മൾ വായിച്ചതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം. ഇപ്പം നമ്മൾ ധ്രുവന്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ധ്രുവന് ഒരു പ്രതിസന്ധി വന്നു. ആ പ്രതിസന്ധി 5 വയസ്സായ കുട്ടി എങ്ങനെ പ്രതിസന്ധിയെ തരണം ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഈ നമ്മൾ വായിച്ചതിൽ പറയുന്നത്. നോക്കൂ, നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ അല്ലേ, എല്ലാ കുട്ടികളുടെ ഇന്നത്തെ കാലത്ത് ചെറിയൊരു തോൽവി വരുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യുന്നു. പക്ഷേ ഇവിടെ 5 വയസ്സായ ബാലൻ മെഡിറ്റേഷൻ ചെയ്ത് മന്ത്രങ്ങൾ ജപിച്ച് ഒരേ ഒരു മന്ത്രം, അതായത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് ധ്യാനം ചെയ്തുകൊണ്ട് തൻ്റെ രാജപദവി വരെ നേടിയെടുത്തു എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് സാധിക്കാത്തതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല, സാധ്യമായ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ഇതൊന്നും അറിയാതെ ആത്മഹത്യയിലേക്കും മറ്റും വഴുതിപ്പോവുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ പ്രതിസന്ധികൾ തരണം ചെയ്ത് നമ്മൾ ഒരു മഹാത്മാവിൻ്റെ കഥ നമ്മൾ സാധാരണ മഹാത്മാക്കളുടെ കഥകളൊക്കെ പഠിക്കുന്നത് അങ്ങനെയാണ്. പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത്. അപ്പം അതാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം ധ്രുവന് പ്രതിസന്ധി വന്നു, അതിൻ്റെ പരിഹാരം എന്താണ്? ഹരിയെ ഭജിക്കലാണെന്ന് പറഞ്ഞു. ഹരിയെ ഭജിച്ചു, മെഡിറ്റേഷൻ ചെയ്തു, ധ്രുവന്റെ പ്രതിസന്ധി മാറിക്കിട്ടി. അപ്പം അതിനെന്താണ് ചെയ്തതെന്നാണ്, ഒരേ ഒരു മന്ത്രം ജപിച്ചാൽ മതി നമുക്ക് ജീവിതത്തിൽ എന്തും നേടാം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഒരേ ഒരു മന്ത്രം എങ്ങനെ ജപിക്കണം, അതാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെയൊക്കെ ചെയ്യണം? ധ്രുവനോട് പറഞ്ഞു. ധ്രുവൻ തപസ് ചെയ്തത് എവിടെയാണ്? മധുവനം എത്ര സാന്നിധ്യം നിത്യതാം ഹരേം സ്നാത്വാനു സവനം തസ്മിൻ കാളിന്ത്യാം സലിലേ ശിവേ. മധുവനം എന്ന സ്ഥലത്ത് കാളിന്തി നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കാളിന്തി നദിയിൽ സ്നാനം ചെയ്ത്, അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നദിയിൽ കുളിച്ചുകൊണ്ട് നമ്മൾക്ക് എല്ലാം നമ്മൾ ഈ നദിയിൽ കുളിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ആരോഗ്യത്തിന്? നമ്മൾ സൂര്യപ്രകാശം രാവിലെ വരുന്ന ആ സമയത്ത് നമ്മൾ നടന്നു പോകും. ആ സമയത്ത് നദിയിലെ ജലം എന്ന് പറയുന്നത് ഒരു അമൃതാണ്. അതിൽ ഇന്നും അതൊക്കെ വിഷലിപ്തമായി കഴിഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം പൊള്യൂട്ടഡ് ആയി. പക്ഷേ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ധ്യാനം, പൂജ, ജപം ഇതൊക്കെ ചെയ്യാൻ പരിശുദ്ധമായൊരു സ്ഥലം വേണം. ഒന്നുകിൽ അമ്പലം ആവാം. നമ്മുടെ വീട്ടിലായാലും നമ്മൾ എങ്ങനെയുള്ള സ്ഥലത്തായിരിക്കണം ഇരിക്കേണ്ടത്? നമ്മളൊരു പ്രത്യേക സ്ഥലം ധ്യാനം ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞൊക്കെ ഇരുന്ന് ധ്യാനം ചെയ്യാം. പൂജാമുറിയിലാണെങ്കിൽ പൂജാമുറി ഇല്ലാത്തെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഒരു മുറിയിൽ, ഏതെങ്കിലും ഒരു മുറിയിൽ ഒരു പ്രത്യേക സ്ഥലം നമ്മൾ അതിനായിട്ട് മാറ്റിവെക്കുക, ശുദ്ധമായ വൃത്തിയായ ഒരു സ്ഥലം. ഇവിടെ മധുവനത്തിൽ പോയി കാളിന്തി നദിയിൽ കുളിച്ചുകൊണ്ട് ആ നാരദരോ പറഞ്ഞ മാതിരിയൊക്കെ ആര് ചെയ്യാണ്? ധ്രുവൻ ചെയ്യാണ്. പ്രാണായാമേന ത്രിവൃത പ്രാണേന്ദ്രിയ മനോമലം ശനേർവിദസ്യാഭ്യധ്യായേൻ മനസാം ഗുരുണ ഗുരു. അപ്പം മനസ്സിൽ ആദ്യം ഗുരുവിനെ ധ്യാനിച്ചു, അത് കഴിഞ്ഞ് ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് പ്രാണായാമം. നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടി നമുക്കത് റിപ്പീറ്റ് ആക്കാം. പ്രാണായാമമാണ് ധ്രുവൻ ചെയ്തത്. അതിലൂടെയാണ്, അതായത് പൂരകം, രേചകം, കുംഭകം, നമ്മൾ 3-ാമത്തെ സ്കന്ധത്തിൽ അത് പഠിച്ചതാണ്. ദേവാഹൂതി അമ്മയ്ക്ക് കപില ഭഗവാൻ പറഞ്ഞു കൊടുത്തു. എങ്ങനെ ചെയ്യണം അത്? കുളിച്ച് രാവിലെ വൃത്തിയായിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ കൈ ഇങ്ങനെ ചിന്മുദ്രയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ചമ്പ്രം പടിഞ്ഞിരുന്നോ, വജ്രാസനത്തിലിരിക്കാം, പത്മാസനത്തിലിരിക്കാം, ഏത് ആസനത്തിൽ വേണമെങ്കിലും ഇരിക്കാം. പക്ഷേ സുഖമായിരിക്കണം, കഷ്ടപ്പെട്ടിരിക്കരുത്.
സുഖമായി ഇരുന്നു കൊണ്ട് ഈ പത്മാസനമാണെങ്കിലും എന്തായാലും ഇങ്ങനെ ചിന്മുദ്രയിൽ കൈ ഇങ്ങനെ തൊടയിൽ വെച്ചുകൊണ്ട് ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ട് നട്ടെല്ലൊക്കെ നിവർത്തി എന്ത് ചെയ്യണം? ഓം എന്ന് ധ്യാനം, പ്രണവ മന്ത്രം. എന്നിട്ട് കുറച്ച് നിർത്തി മെല്ലെ നമ്മൾ താഴേക്ക്. പൂരകം, രേചകം, കുംഭകം അതാ പറഞ്ഞത്. പ്രാണായാമേന ത്രിവൃത 3 തരത്തില് പൂരകം, രേചകം, കുംഭകം. അതായത് ഓംന്ന് നമ്മൾ എടുക്കുന്നത് പൂരകം, കുറച്ച് നിർത്തണം. ശ്വാസം മുട്ടിക്കഴിയുമ്പോൾ ഒരിത്തിരി നേരം ശ്വാസം പിടിച്ച് നിർത്തുക. എന്നിട്ട് അത് രേചകം, പിന്നെ കുംഭകം, പിന്നെ അത് കുറച്ച് മെല്ലെ 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 താഴേക്ക് വിടുക. സിമ്പിൾ ആയിട്ടുള്ളതാണിത്. ഓം എന്ന് നമ്മൾ ശബ്ദം ചെയ്തുകൊണ്ട്, ഓം എന്നുള്ള ആ ശബ്ദം പ്രണവ മന്ത്രമാണ്. അത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബുദ്ധി എല്ലാം ശരിയായി വരും. അപ്പം നമ്മൾ ഈശ്വരന് ഈ മന്ത്രമൊക്കെ ജപിക്കുമ്പോഴേക്കും നമുക്ക് എങ്ങനെയാണ് ശരിയായിട്ട് ഫലം കിട്ടും, നിങ്ങൾ കാര്യമൊക്കെ സാധിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും. ധ്രുവന് സാധിച്ചതാണ്, അപ്പം നമുക്ക് സാധിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അലസതയും, നമ്മളിപ്പോൾ രാവിലെ നേരത്തെ എണീച്ച് പഠിക്കണം എന്ന് വിചാരിച്ചു അല്ലേ, ആ സമയത്ത് നമുക്ക് പറ്റില്ല, കിടന്നുറങ്ങണം തോന്നില്ലേ? അപ്പം അങ്ങനെ ആവാതെ നേരത്തെ, അപ്പോൾ ഒരു വൈരാഗ്യം മനസ്സിൽ വന്നാലോ എന്തായാലും പരീക്ഷയ്ക്ക് A+ വാങ്ങണം, ആ ഒരു മനസ്സിൽ ചിന്ത വന്നാൽ പെട്ടെന്ന് നമ്മൾ ചാടി എണീക്കും. അതാണ് ഇവിടെ ധ്രുവൻ ആ കാര്യം സാധിക്കണം. നാരദ മഹർഷി പറഞ്ഞത് ഞാൻ കേൾക്കും എന്ന്, എൻ്റെ കാര്യം സാധിക്കണം എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വന്നാൽ ഉടനെ ചാടി എണീന്നിട്ട് നമ്മൾ കുളിച്ച് ധ്യാനമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ പഠിക്കും രാവിലെ നേരത്തെ. എപ്പോഴായാലും രാവിലെ നേരത്തെ പഠിക്കുന്നതല്ലേ നല്ലത് കുട്ടികൾക്കൊക്കെ. അപ്പം നേരത്തെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? രാവിലെ നേരത്തെ എണീച്ച് കുളിച്ചിട്ട് ധ്യാനം ചെയ്തിട്ട് പഠിച്ചു നോക്കൂ, എല്ലാം മറക്കാതെ ഓർമ്മ കിട്ടുന്നു. അപ്പം അങ്ങനെ പൂരകം, രേചകം, കുംഭകം എന്ന രീതിയിൽ ആ പ്രാണായാമം ചെയ്തു. എങ്ങനെ? 21 പ്രാവശ്യം എത്ര വേണമെങ്കിലും ചെയ്യാം നമുക്ക്, സമയമുള്ളതിനനുസരിച്ച് അത് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ധ്യാനം. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? എവിടെ? ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചു. നമുക്ക് ഭഗവാന്റെ രൂപം ധ്യാനിക്കണം. ശ്രീവത്സാംഗം ഘനശ്യാമം പൗരുഷം വനമാലിനം ചങ്കും ചക്രഗദാവൽമേരഭിവ്യക്ത ചതുർഭുജം കിരീടിനം കുണ്ടലിനം കേയൂരവലയാന്. അപ്പോൾ ശംഖും ചക്ര ഗദാധാരിയായ ആ ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചു. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഭഗവാന്റെ രൂപത്തെയാണ്, കൃഷ്ണന്റെ രൂപമോ ഭഗവാന്റെ വിഷ്ണുവിന്റെ രൂപമോ ദേവിയുടെ രൂപമോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ധ്യാനിക്കാം. അപ്പോൾ ആ ധ്യാനം ചെയ്തു. അങ്ങനെ ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ധ്യാനം ചെയ്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? ഇതിൽ എഴുതിയിട്ടുള്ളതാണ്, നോക്കുക. ഭാഗവതത്തിൽ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല. ഭാഗവതത്തിലുള്ളതേ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. എന്താ പറയാൻ പറഞ്ഞത്? മന്ത്രം, ഒരേ ഒരു മന്ത്രം, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ഉണ്ടല്ലോ, അതൊരു 101 പ്രാവശ്യമൊക്കെ ചൊല്ലുക ദിവസവും. അത് വൈകുന്നേരം, രാവിലെയോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. അപ്പോൾ അതൊക്കെ നമ്മൾ തപസ്, യജ്ഞം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എത്ര നേരം വേണമെങ്കിലും നമുക്ക് എന്ത് ചൊല്ലാം? നാമം ചൊല്ലാം. അപ്പോൾ ഓം നമോ, പിന്നെ അത് കഴിഞ്ഞ് ഭജനം പൂജയൊക്കെ കഴിഞ്ഞാൽ ആഹാരമൊക്കെ കഴിഞ്ഞ് പിന്നെയും എന്ത് ചെയ്യാണ്? കുറേ നേരം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ചൊല്ലും. നിങ്ങൾ രാവിലെയോ വൈകുന്നേരമോ ഇത് ചെയ്യുക. ഒരു 20 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടി ചെലവഴിക്കണം. ഒരു നമ്മുടെ നല്ല കാര്യത്തിന്. ഇപ്പം നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ മരുന്ന് കഴിക്കില്ലേ, പറഞ്ഞതൊക്കെ ചെയ്യില്ലേ? അതുപോലെ നമ്മൾ നമ്മുടെ കാര്യം നേടാനും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ തന്നെ പറഞ്ഞിരിക്കണം. ഭഗവത്ഗീതയിലും ധ്യാനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ധ്യാനം, മെഡിറ്റേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി വേണമെങ്കിൽ പരിശീലനം നേടിയിട്ട് ചെയ്യാം. ഇവിടെ നാരദരുടെ അടുത്താണ് ധ്രുവൻ പരിശീലനം നേടിയത്. അങ്ങനെ ആ പരിശീലനം നേടിക്കൊണ്ടാണ് ധ്രുവൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ധ്യാനം ചെയ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ചൊല്ലി. അത് കഴിഞ്ഞു എന്തൊക്കെ ചെയ്തു? തുളസിയ എന്ത് ചെയ്തു? സലിലേ ശുചിബിർ മാല്യേർ വന്യേർ മൂലഫലാദിപി. പിന്നെ മൂലഫലങ്ങളാണ്. അപ്പം കാട്ടിലാണ്, വ്രതമാണ്. ധ്രുവൻ വ്രതം കൂടി എടുത്തിരിക്കുകയാണ്. അപ്പം എന്ത് ചെയ്തു? ഫലമൂലാദികൾ കഴിച്ചുകൊണ്ട് ശസ്താങ്കുരാം ശുഗേ ചാർത്തേ തുളസിയാം പ്രിയയാം. ഭഗവാന് തുളസി കൊണ്ട് പൂജിച്ചു. തുളസിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ അത് കേൾക്കാം. തുളസി വളരെയധികം പ്രധാനപ്പെട്ടതാണ്. തുളസിയുടെ മാഹാത്മ്യം പറഞ്ഞാലും തീരില്ല. അത് രോഗങ്ങൾ വരാതിരിക്കാൻ, അതുപോലെ അങ്ങനെ പലതും ഉണ്ട്. രോഗത്തിന് ചികിത്സയായിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഭഗവാന് തുളസി കൊണ്ട് പൂജിക്കുന്നതിൻ്റെ കാര്യവും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ തുളസിപ്പൂവ് കൈകൊണ്ട് എടുത്ത് ഇങ്ങനെ ഭഗവാൻ ഇടുമ്പോൾ തന്നെ നമ്മൾക്ക് ആ തുളസിയുടെ
എല്ലാ ഔഷധ ഗുണങ്ങളും നമ്മളിലേക്ക് വരികയാണ്. ഇതിലൂടെ നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അതൊക്കെയാണ് ഈ പൂജാ പുഷ്പങ്ങൾ കൊണ്ട് ചെയ്യുന്നത്. തുളസി വിഷ്ണുവിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നു. അതുപോലെ കറുക കൊണ്ടല്ലേ ഗണപതിക്ക് പൂജ ചെയ്യുന്നത്. കറുക നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോഴും ഇടുമ്പോഴും ഒക്കെ ഓരോരോ എല്ലാത്തിനും ഓരോ നിയമങ്ങളുണ്ട്. ഓരോ പുഷ്പങ്ങൾക്കും ഓരോ നിയമങ്ങൾ, ഓരോ കാര്യങ്ങളുണ്ട് ഓരോ പുഷ്പത്തിൻ്റെ പിന്നിലും. നമ്മൾ ശനിയെ പൂജിക്കുകയാണെങ്കിൽ നീല പുഷ്പങ്ങൾ പൂജിക്കണം, അങ്ങനെയൊക്കെ പറയില്ലേ. ഓരോ പൂജയ്ക്കും വെളുത്ത പുഷ്പങ്ങൾ, ചുവന്ന പുഷ്പങ്ങൾ, മഞ്ഞ പുഷ്പങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നിയമങ്ങളുണ്ട്. അപ്പം അതൊക്കെ നമ്മൾക്ക് അറിയില്ലെങ്കിലും നമുക്ക് ഒരു കാര്യം അറിഞ്ഞാൽ മതി. തുളസി കൊണ്ട് ഭഗവാനും പൂജിക്കുക, തുളസി മാല ചേർക്കുക. ഭഗവാന് തുളസിമാല ചാർത്തിക്കൊണ്ട് നിങ്ങൾ ദിവസവും ഭഗവാന് തുളസിമാല ചാർത്തും. നിങ്ങൾ തന്നെ സ്വയം തുളസി ചെടി ഉണ്ടാക്കി അതിന്ന് തന്നെ നമ്മൾ തുളസി പറിച്ചുകൊണ്ട് മാല കെട്ടി ഭഗവാന് ചാർത്തി നോക്കും. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഗന്ധപുഷ്പങ്ങൾ കൊണ്ട് പൂജിക്കുന്നവൻ ചിന്തിച്ചതെല്ലാം നടന്നു കിട്ടും എന്നാണ് രാമായണത്തിൽ ശ്രീരാം പറഞ്ഞിരിക്കുന്നത്. ഗന്ധപുഷ്പങ്ങൾ കൊണ്ട് തന്നെ പൂജിക്കുന്നവൻ ചിന്തിച്ചതെല്ലാം നടക്കും. അപ്പം നമ്മൾ തുളസിമാല ഭഗവാന് ചാർത്തുന്നത് കൊണ്ടും തുളസിപ്പൂ കൊണ്ട് അർച്ചന ചെയ്യുന്നത് കൊണ്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ഒരു 41 ദിവസം പരീക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ എല്ലാം കിട്ടുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ട് പൂജ ചെയ്തു, ഫലമൂലങ്ങൾ ഭഗവാന് പൂജ ചെയ്തു, താനും കഴിച്ചു. അങ്ങനെ ഒരുപാട് ഓരോ ദിവസം കഴിയുമ്പോഴും ഈ ധ്യാനത്തിൻ്റെ സമയം കൂട്ടിക്കൂട്ടി വന്നു. അങ്ങനെ ഒരു ദിവസം കഴിയുമ്പോൾ ഒരു നേരം ആഹാരം, പിന്നെയും 2-3 ദിവസം കഴിയുമ്പോൾ ആദ്യം 3 നേരം കഴിച്ചിട്ടുണ്ടായിരുന്ന ആഹാരം 2 നേരമാക്കി, പിന്നെ 1 നേരമാക്കി. ഇത് കഠിന തപസ്സിലേക്ക് പോയി. അപ്പം നമ്മൾ കഠിനമായ ധ്രുവൻ ചെയ്ത പോലുള്ള തപസ്സൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾ ധ്യാനം ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യാനും നമുക്ക് എന്തായാലും സമയം ഉണ്ടാവും. അപ്പം അങ്ങനെ ധ്രുവനാണെങ്കിൽ കാര്യം നടന്നേ പറ്റൂ എന്നുള്ളൊരു വാശിയിൽ അതൊക്കെ ചെയ്യാം. നമ്മൾ രാവിലെ ഒരു അരമണിക്കൂർ, വൈകുന്നേരം ഒരു അരമണിക്കൂറെങ്കിലും ഈ കാര്യങ്ങൾക്ക് വേണ്ടി, ധ്യാനം ജപത്തിന് വേണ്ടി ചിലവാക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യം തീർച്ചയായിട്ടും നടക്കും. അങ്ങനെ ധ്രുവൻ തൻ്റെ തപസ് കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി. അപ്പോൾ ഭഗവാൻ അത് പ്രത്യക്ഷത്തിൽ വന്നു. അങ്ങനെ ധ്രുവൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുകയാണ്. ധ്രുവനെ വീണ്ടും രാജാവ് വന്ന് വിളിച്ചു കൊണ്ടുപോകുന്ന എല്ലാവരും ധ്രുവനെ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ആദ്യം ധ്രുവനെ ഇഷ്ടപ്പെടാണ്ടല്ലേ ഇറക്കി വിട്ടത്. അപ്പോൾ രാജാവിനും ഭാര്യയ്ക്കും അതുപോലെ തന്നെ 2ാം ഭാര്യയായ സുരുചിക്കും ഒക്കെ ധ്രുവനെ ഇഷ്ടം. അപ്പം നമ്മൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും തളർത്തിയാലോ ഒന്നും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മൾ ഭഗവാനെ പൂജിച്ചുകൊണ്ട് അതിനുള്ള പ്രതിവിധി നേടണം. അതിനുള്ള എല്ലാ ഉപായങ്ങളും നമുക്ക് ഈ ഭാഗവതത്തിൽ പറഞ്ഞു. അപ്പോൾ ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ തുളസി കൊണ്ട് ഭഗവാനെ പൂജിക്കൂ. ഒന്നുമില്ലെങ്കിലും 100 പ്രാവശ്യം 101 പ്രാവശ്യം ആ മന്ത്രമെങ്കിലും ജപിക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം സാധിക്കും. ഒരു 41 ദിവസം നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് എന്നോട് പറയും. തീർച്ചയായും നടക്കും.